ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 സെപ്റ്റംബർ 21 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബംഗ്ലാദേശിൽ അടുത്തിടെ അധികാര മാറ്റത്തിനിടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ദ്വീപിന്റെ പേര്. ഉത്തരം സെയിന്റ് മാർട്ടിൻ ദ്വീപ്. ഈ ദ്വീപിന്റെ പരമാധികാരം US-ന് കൈമാറിയിരുന്നുവെങ്കിൽ തനിക്ക് രാജിവെക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചിരുന്നു. ബംഗാൾ ഉൾക്കടലിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള തന്ത്രപ്രധാനമായ ചെറുദ്വീപാണ് സെന്റ് മാർട്ടിൻ. ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റത്തെ കോക്സ് ബസാറിന് 8 കിലോമീറ്റർ അകലെയുള്ള ഈ പവിഴദ്വീപിന്റെ വിസ്തൃതി 3 ചതുരശ്ര കിലോമീറ്റർ ആണ്. 3700ഓളം താമസക്കാരുണ്ട്. മത്സ്യബന്ധനം, നെൽകൃഷി, തെങ്ങുകൃഷി എന്നിവയാണ് ഇവരുടെ ഉപജീവന മാർഗം. 1900കളിൽ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 1947ലെ വിഭജനത്തോടെ പാകിസ്ഥാന്റെ ഭാഗമായി. 1971ലെ വിമോചന യുദ്ധത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി US-ഉം ചൈനയും ഈ ദ്വീപിൽ കണ്ണുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹസീനയുടെ പരാമർശം. 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ച കീർത്തി ചക്ര ബഹുമതി നേടിയവർ. ഉത്തരം ജമ്മു കാശ്മീരിലെ അനന്തനാഗിൽ 2023 സെപ്റ്റംബറിൽ ഭീകരവിരുദ്ധ സൈനിക നീക്കം നയിക്കവേ കൊല്ലപ്പെട്ട കേണൽ മൻപ്രീത് സിംഗ്, ജമ്മു കാശ്മീർ പോലീസ് DYSP HM ഭട്ട്, റൈഫിൾമാൻമാരായ രവികുമാർ, MR രാജഗോപാൽ നായിഡു. 3 മരണാനന്തര ബഹുമതികൾ ഉൾപ്പെടെ 18 പേർക്ക് രാഷ്ട്രപതി ശൗര്യചക്ര പ്രഖ്യാപിച്ചു. സ്തുത്യാർഹ വിശിഷ്ട സേവനം പരിഗണിച്ച് 16 മലയാളികൾ പോലീസ് മെഡലിനും അർഹരായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. ഉത്തരം രാഹുൽ നവീൻ. നിലവിൽ താൽക്കാലിക ചുമതല വഹിക്കുകയായിരുന്നു. 1993 ബാച്ച് IRS ഉദ്യോഗസ്ഥനാണ്. രക്താർബുദത്തിനുള്ള അതിന്യൂനത ചികിത്സയായ കാർട്ടി തെറാപ്പി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം മലബാർ ക്യാൻസർ സെന്റർ, തലശ്ശേരി. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കേമിയ എന്ന രോഗം ബാധിച്ച 19കാരനിലാണ് ഈ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയത്. മുംബൈയിലെ ടാറ്റോ മെമ്മോറിയൽ ഹോസ്പിറ്റലിന് ശേഷം ഈ ചികിത്സ സർക്കാർ തലത്തിൽ ആരംഭിച്ച രണ്ടാമത്തെ അർബുദ ചികിത്സാ കേന്ദ്രമാണ് MCC. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി. ഉത്തരം TV സോമനാഥൻ. തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം നിലവിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. ചെന്നൈ സ്വദേശിയായ സോമനാഥന്റെ പൂർവികർ തൃശൂരിൽ നിന്ന് കുടിയേറിയവരാണ്. അടുത്തിടെ അന്തരിച്ച K. നട്വർത്ത് സിംഗ് 2004-2005 കേന്ദ്രമന്ത്രിസഭയിൽ ഏത് വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചിരുന്നത്? ഉത്തരം വിദേശകാര്യം. 1982-84 കാലത്ത് വിദേശകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. വൺ ലൈഫ് ഇസ് നോട്ട് ഇനഫ് എന്ന ആത്മകഥയുൾപ്പെടെ ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത്. ഉത്തരം ഡോക്ടർ PT ബാബുരാജ്. SH പഞ്ചാബകേശൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് നിയമനം. സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി നൽകുന്ന കായകൽപ് പുരസ്കാരങ്ങളിൽ ജില്ലാതല ആശുപത്രി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. ഉത്തരം പൊന്നാനി വനിതാ ശിശു ആശുപത്രി. 50 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2ാം സ്ഥാനം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്കും ലഭിച്ചു. അന്തരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ ഏത് കാലത്താണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നത്? ഉത്തരം 2000 നവംബർ 6 മുതൽ 2011 മെയ് 13 വരെ. 1977 33ാം വയസ്സിൽ ആദ്യ ഇടതു സർക്കാരിൽ വാർത്താവിതരണ സാംസ്കാരിക മന്ത്രിയായി.
1996 ആഭ്യന്തരമന്ത്രിയും 1999 സംസ്ഥാനത്തെ ആദ്യ ഉപമുഖ്യമന്ത്രിയുമായി. വിഖ്യാത കൊളംബിയൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ആരാധകനായ ബുദ്ധദേവ് അദ്ദേഹത്തിന്റെ ദ സ്റ്റോറി ഓഫ് ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ, ക്ലാൻഡസ്റ്റൈൻ ഇൻ ചില്ലി തുടങ്ങിയ കൃതികൾ ബംഗാളിയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഔദ്യോഗിക സ്മരണകൾ പ്രതിപാദിക്കുന്ന കൃതിയാണ് ഫിറേഖേദ. 2022 കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ ബഹുമതി നൽകിയെങ്കിലും നിരസിച്ചു. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടർ. ഉത്തരം ധീരജ് സിംഗ്. ഭരതനാട്യം ചൈനയിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ചൈനീസ് പെൺകുട്ടി. ഉത്തരം ലേ മ്യൂസി. വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ. ഉത്തരം ജഗദംബിക പാൽ. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ പാരീസിൽ നടന്ന 33ാമത് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? ഉത്തരം 6 മെഡലുകൾ. 206 രാജ്യങ്ങൾ പങ്കെടുത്ത മേളയിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ 48ാം സ്ഥാനത്തായിരുന്നു. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ മനു ഭാക്കർ നേടിയ വെങ്കലമാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആദ്യ മെഡൽ. മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം വെങ്കലം നേടി. സ്വാതന്ത്ര്യാനന്തരം ഒരു മേളയിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടവും ഹരിയാനയിലെ ജജ്ജാർ സ്വദേശിയായ മനു സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഖാന്ദ്ര സ്വദേശിയായ നീരജ് ചോപ്ര നേടിയ വെള്ളിയാണ് ഇന്ത്യയുടെ ഇത്തവണത്തെ ഏക വെള്ളി മെഡൽ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ടോക്കിയോയിലെന്ന പോലെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കലം നേടി. മലയാളിയായ PR ശ്രീജേഷ് ആയിരുന്നു ഗോൾ കീപ്പർ. വെങ്കലം നേടിയ ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ടീമിലും ശ്രീജേഷ് അംഗമായിരുന്നു. അതോടെ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടവും ശ്രീജേഷ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സെഹ്റാവത്ത് വെങ്കലം നേടി. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് ഹരിയാനയിലെ ബിരോഹർ സ്വദേശിയായ ഈ 21-കാരൻ. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം ഉൾപ്പെടെ 126 മെഡലുകൾ നേടിയ USA ആണ് പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമത്. 91 മെഡലുകൾ നേടിയ ചൈനയാണ് 2ാം സ്ഥാനത്ത്. ജപ്പാൻ മൂന്നാമത്. 2028 US-ലെ ലോസ് ഏഞ്ചൽസിലാണ് അടുത്ത ഒളിമ്പിക്സ്. പാരീസ് ഒളിമ്പിക്സ് തയ്യാറെടുപ്പുകൾക്കും കളിക്കാരുടെ പരിശീലനത്തിനുമായി ഇന്ത്യൻ കായിക മന്ത്രാലയം ആകെ ചെലവഴിച്ചത് 470 കോടി രൂപയാണ്. അത്ലറ്റിക്സിനാണ് കൂടുതൽ പണം ചെലവഴിച്ചത്, 96.08 കോടി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.